ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമൻ അയൂൺ ടെമ്പിൾ വിസിറ്റ് ചെയ്ത് നമ്മൾ നേരെ ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഉലുന്താനു ബരാറ്റൻ ടെമ്പിൾ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻസ് ആണ് ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാലിയിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത എല്ലാ പ്ലേസസിലും വെച്ച് ഏറ്റവും കൂടുതൽ എൻട്രൻസ് ഫീസ് ചാർജ് ചെയ്തൊരു സ്ഥലമാണ് ഈ ടെമ്പിൾ. 75K IDR ആണ് ഒരാൾക്ക് ഇവിടെയുള്ള എൻട്രി ഫീസ്. കയറിയ ഉടനെ ഈ കാണുന്ന സ്കൾപ്ചർ എല്ലാം ലെഗോങ് ഡാൻസിൻ്റെയാണ്. ബാലിയിലെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോമാണ് ലെഗോങ് ഡാൻസ്. ഉബൂദിൽ മാർക്കറ്റിൽ എന്നും രാത്രി ഒരു 6 to 7 o'clock ടൈമിൽ ലെഗോങ് ഡാൻസിൻ്റെ ടിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു 100K IDRന് 1 hour ഷോ കാണാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അവിടുന്ന് ഈ ഡാൻസ് ഫോം അറ്റൻഡ് ചെയ്യാം. ഈ ടെമ്പിളിൽ കയറിയ ഉടനെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബുദ്ധ സ്റ്റാച്യു കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് നമ്മുടെ നാട്ടിലെ കൾച്ചറുമായിട്ട് ഒരുപാട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നി. പിന്നെ ഈ സ്ഥലത്തൊരു പ്രത്യേക ഭംഗിയാണ്, കാരണം ഇവിടുത്തെ ലോൺസ് തന്നെയാണ്. പിന്നെ നമ്മൾ നാട്ടിൽ കാണുന്ന പല ചെടികളും സെയിം ഇവിടെ ഉണ്ട്. ഈവൻ നമ്മൾ കാണുന്ന നാട്ടിൻപുറത്തുള്ള കുറേ പൂക്കളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കാറ്റിന് ഭയങ്കര തണുപ്പാണ്, കാരണം ഈ ബരാറ്റൻ ലേക്കാണ്. ബരാറ്റൻ ലേക്കിൻ്റെ നടുക്കിലായിട്ടാണ് ഉലുന്താനു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു വലിയ മൗണ്ടനും കാണാം. നമ്മളിവിടെ എത്തിയത് ഒരു 11 o'clock ആണ്. അത് കാരണം അത്ര ടൂറിസ്റ്റ് ഒന്നും എത്തിയിട്ടില്ല, ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഈസിലി നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ മാത്രം കാണാനുണ്ട്. ഇവിടെ കുറേ ഗാർഡൻസും ലേക്സും ഫിഷ് പോണ്ട്സും പിന്നെ നമുക്ക് ബാലി സ്റ്റൈൽ ഡ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് അവിടുന്ന് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയ കഫേയിലാണ് ഞങ്ങളിന്ന് ബ്രഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തത്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത് തന്നെ. അതെല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് സാൻഡ്വിച്ചും ബർഗറും ഒക്കെയാണ് കഴിച്ചത്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഫുഡായിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി കുറച്ച് മടുത്ത് തുടങ്ങി. എത്ര ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡും സാൻഡ്വിച്ചും എല്ലാം കഴിക്കുന്നത്. ദോശ ഇഡ്ഡലിയൊക്കെ നല്ലോണം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ബട്ട് എന്നാലും ആ ട്രിപ്പിൻ്റെ മോഡിൽ അതൊന്നും അത്ര കാര്യമായില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് നെക്സ്റ്റ് പോകുന്നത് തനാലോട്ട് ടെമ്പിളിലേക്കാണ്. ഇവിടുന്ന് ഒരു ലോങ് ഡ്രൈവ് തന്നെ പോകണം നമുക്ക് തനാലോട്ടിലേക്ക് എത്താനായിട്ട്. ഇതൊരു സൺസെറ്റ് ടെമ്പിളാണ്, അപ്പോൾ മിക്ക ആൾക്കാരും ഇവിടെ അതിനാണ് പോകുന്നത്. ബട്ട് നമ്മൾക്കിന്ന് ഈവനിങ് വേറൊരു ആക്ടിവിറ്റി മൈൻഡിലുള്ളതുകൊണ്ട് നമ്മൾ വേഗം തന്നെ തനാലോട്ടിലേക്ക് മൂവ് ചെയ്തു. ഉച്ചയ്ക്ക് ഒരു 1 മണിയോട് കൂടിയാണ് നമ്മളിവിടെ എത്തിയത്. 2 സൈഡിലും ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ആണ്. നമ്മൾ ഈ ടെമ്പിളിലേക്ക് പോകുന്തോറും നല്ല കോസ്റ്റ്ലി ആയിരുന്നു. ഇവിടെ ഒരു 3 times 4 times എല്ലാം പ്രൈസ് കൂടുതലായിരുന്നു. പിന്നെ ഇവിടെ ബാർഗെയിനിങ് ഒന്നും അത്ര നടന്നിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ നിന്നൊന്നും അങ്ങനെ ഷോപ്പ് ചെയ്തിട്ടില്ല കാര്യമായിട്ട്. ഈ കണ്ടൊരു കാഴ്ച എനിക്ക് നല്ല വിഷമം തോന്നിച്ചു. ഇവിടെ കുറച്ച് അനിമൽസിനെല്ലാം ഇവിടെ വെച്ച് അതിനെല്ലാം നമ്മൾക്ക് ഫോട്ടോ എടുത്ത് അതിൽ പൈസ ഏൺ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയാണ് കണ്ടത്. പൈത്തൻ, കാമലിയോൺ, ബാറ്റ്സ്, പിന്നെ ചെറിയ ഗിനി പിഗ്സ്, അങ്ങനത്തെ കുറേ അനിമൽസ് ഇവരുടെ കയ്യിലുണ്ട്. അവർ പറയുന്ന പൈസ കൊടുത്താൽ നമുക്ക് അതിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു തരും. ഞാൻ അതിനൊന്നും നിന്നില്ല, നല്ല പേടിയുള്ളതുകൊണ്ട് ജസ്റ്റ് ഇതിനെല്ലാം കണ്ട് മുന്നിലോട്ട് നീങ്ങുമായിരുന്നു. ഇവിടെ 60K IDR ആണ് ഒരാൾക്കുള്ള എൻട്രൻസ് ഫീസ്. ബാലിയിൽ എവിടെ പോകുമ്പോഴും മാൻഡേറ്ററി ആയിട്ട് ക്യാഷ് തന്നെ വേണം, കാർഡൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എൻട്രൻസിലൊന്നും. ഈ കാണുന്നത് ഒരു കോഫി ഹൗസാണ്. ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള കോപ്പി ലുവാക് കോഫിയാണ്. ഈ കിടക്കുന്ന ഉറങ്ങുന്നതെല്ലാം സിവെറ്റ് എന്ന് പറഞ്ഞ അനിമൽസാണ്. ഇവരാണ് കോഫി ബീൻസ് എല്ലാം കഴിച്ച് അതിൻ്റെ എക്സ്ക്രീറ്റ എടുത്തിട്ടാണ് ഈ കോഫി ഉണ്ടാക്കുന്നത്. ലുവാക് കോഫി വളരെയധികം കോസ്റ്റ്ലി ആയിട്ടും വേൾഡ് ഓവർ ഫേമസ് ആയിട്ടുള്ളൊരു കോഫിയാണ് കോപ്പി ലുവാക്. നമ്മൾ അങ്ങനെ ആദ്യത്തെ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാലിയിലെത്തി ദ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. ഈ ടെമ്പിൾ ബീച്ചിൻ്റെ നടുക്കായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റോക്ക് ഫോർമേഷൻ ആണ് ബേസിക്കലി. കടലിൻ്റെ നടുക്കായിട്ട് നേരെ കാണുന്നതാണ് ഇവിടുത്തെ ടെമ്പിൾ. നമുക്ക് താഴെ ഇറങ്ങി ആ
കടൽ വഴിയിലൂടെ പോയി നമുക്ക് ആ ടെമ്പിളിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നല്ല ചൂടും ഹ്യൂമിഡിറ്റി ആയിരുന്നു, ബീച്ച് സൈഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കറക്റ്റ് ഒരു ഉച്ച സമയത്ത് കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടായിരുന്നു. കുറേ ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ എനിക്കത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല. അത് കാരണം ഒരു 1 അവർ ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നേരെ ഇവിടുന്ന് ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോണത് നമ്മൾ ഹോം സ്റ്റേയുടെ അടുത്തായിട്ടുള്ള ഒരു ATV റൈഡിന് വേണ്ടിയിട്ടാണ്. ATV റൈഡിൻ്റെ വീഡിയോ കാണാനായിട്ട് എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.